ബാബറി മസ്ജിദ് കേസിൽ ബിജെപിക്ക് ലഭിച്ചത് തിരിച്ചടിയോ? പരിശോധിക്കാം. ന്യൂസ് ആൻഡ് വ്യൂസ്. ഡിലൈഡ് ജസ്റ്റിസ്, ഡിനൈഡ് ജസ്റ്റിസ്. വൈകിയെത്തിയ നീതി അനീതിയാണ് എന്ന് പറഞ്ഞു തന്നെ തുടങ്ങട്ടെ. രാജ്യത്തിൻ്റെ സാംസ്കാരിക സാമൂഹിക പൈതൃകവും സാമുദായിക സമാധാനത്തിനു മേൽ കരിങ്കൊടിയും വിതറി ഭിന്നിച്ചു നീങ്ങിയ ആ രഥത്തിൽ നിന്നുയർന്ന പൊടിപടലത്തിനു മേൽ നീതിപീഠം ചോദ്യം ഉയർത്തിയിരിക്കുന്നു. പക്ഷേ ഇവരെ കടൽക്കിഴവന്മാരായി കണ്ട ചില ചാണക്യന്മാർക്കും ബാബറി വിഷയം എന്നും ഉയർത്തിപ്പിടിക്കാൻ താല്പര്യമുള്ളവർക്കും മുന്നിൽ ഇത് എത്ര ലഡുവാണ് പൊട്ടിക്കുക? ഇത് വൈകിയെത്തിയ നീതിയോ അതോ എത്ര കാലം കഴിഞ്ഞാലും തിന്മകൾ ചോദ്യം ചെയ്യപ്പെടും എന്ന സന്ദേശമോ? അധർമ്മം വിലസുമ്പോൾ രാഷ്ട്രീയത്തിന്മേൽ അത് പരാജയമാകുമ്പോൾ ജുഡീഷ്യറിയുടെ ഭഗവാൻ അവതരിക്കുന്നുവോ? എങ്ങനെ കാണണം ഇതിനെ എന്നാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ശ്രീ ഫസൽ ഗഫൂർ, വി രാജേഷ്, ഭാസുരേന്ദ്ര ബാബു, ഒപ്പം MP രാജേഷും മാത്യു കുഴൽനാടനുമാണ് ഇന്ന് നമ്മുടെ ചർച്ചയിൽ സജീവമായി പങ്കുചേരുക. ബാബറി മസ്ജിദ് കേസിൽ BJPക്ക് തിരിച്ചടി എന്നുള്ളതാണ് ഇന്ന് വാർത്ത. LK അഡ്വാനി ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരായ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ലക്നൌവിലെ CBI കോടതി പുനഃസ്ഥാപിച്ചു. കുറ്റവിമുക്തരാക്കണമെന്നാവശ്യപ്പെട്ട അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഉമാഭാരതിയും അടക്കമുള്ളവർ സമർപ്പിച്ച വിടുതൽ ഹർജി കോടതി തള്ളി. 50,000 രൂപയുടെ വ്യക്തിഗത ബോണ്ടിൽ ജാമ്യം അദ്വാനിക്കും കൂട്ടുപ്രതികൾക്കും അനുവദിക്കുകയായിരുന്നു കോടതി. ആദ്യം ശ്രീ വി രാജേഷിലേക്ക്. ശ്രീ വി രാജേഷ്, ഇതിൻ്റെ നീതിയെ സംബന്ധിച്ചും അനീതിയെ സംബന്ധിച്ചും ഇപ്പോൾ BJP നേതാവിനോട് ചോദിക്കുന്നത് ഉചിതമല്ല എന്നതുകൊണ്ട് LK അദ്വാനിക്കെതിരായ ഈ നീക്കത്തെ പാർട്ടി എങ്ങനെയാണ് കാണുന്നത്? അമിത്ഷാ ഇതിനെ പിന്തുണയ്ക്കുന്നു, ഒപ്പമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഒപ്പത്തിന് പിന്നിൽ എന്തൊക്കെയോ ഉണ്ട്. അല്ല, എന്തൊക്കെ ഉണ്ടെന്ന് പറയുന്നത് താങ്കൾ തന്നെ എന്തൊക്കെയാണെന്നൊക്കെ പറയേണ്ടതായിട്ടുണ്ട്. ഇവിടെ LK അദ്വാനിക്കെതിരായിട്ടുള്ള നീക്കം എന്നുള്ളതല്ല, അയോധ്യ മൂവ്മെൻ്റ് ഒരു വലിയൊരു മൂവ്മെൻറ്റാണ്. അത് 1940കളിലൊക്കെ തന്നെ തുടങ്ങി. BJPയോ ജനസംഘമോ തുടങ്ങുന്നതിന് വർഷങ്ങൾ മുമ്പ് തന്നെ 1850 തന്നെയാണ്. അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും. ചെറുതും വലുതുമായിട്ടുള്ളൊരു മുന്നേറ്റം ആരംഭിച്ചിരുന്നു. 1900 അതിൽ ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തരായിരുന്നു നേതൃത്വം നൽകുന്നത്. 1990കളിലൊക്കെ ആയപ്പോഴേക്കും BJPയുടെ രൂപീകരണത്തിന് ശേഷം LK അദ്വാനിയും അന്ന് പാർട്ടിയെ നയിച്ച സംഘവുമാണ് ആ മുന്നേറ്റങ്ങൾക്ക് ഒരു പരിധി വരെയൊക്കെ തന്നെ. വിവിധ സംഘടനകളുണ്ടായിരുന്നു. അതിൻ്റെ രാഷ്ട്രീയ മുഖം ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിലേക്ക് ഓപ്പണായിട്ട് ഇന്ത്യയിൽ സപ്പോർട്ട് ചെയ്ത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കേസുകളും അതുപോലെ തന്നെ രാഷ്ട്രീയ വിചാരണകളും ഒക്കെ നേരിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഘട്ടമാണ് ഈ തരണം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ആ രീതിയിൽ മാത്രമാണ് ഞങ്ങളതിനെ കാണുന്നത്. തീർച്ചയായും. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഒരു പക്ഷേ ഒരു അന്ധവിശ്വാസമുണ്ട്, ഒരു അശാസ്ത്രീയ തോട്ടുമാണത്. ഈ നാം പറയുന്ന വാക്കുകളൊക്കെ അന്തരീക്ഷത്തിലേക്ക് ഉയരുമെന്നും അത് പ്രതികൂലമാണെങ്കിൽ പ്രതികൂല സ്വഭാവത്തിൽ അത് തിരിച്ചെത്തുമെന്നും അനുകൂലമാണെങ്കിൽ അനുകൂല സ്വഭാവത്തിൽ അത് തിരിച്ചെത്തുമെന്നുമുള്ള ഒരു അന്ധവിശ്വാസം. ഇവിടെ 25 വർഷങ്ങൾ നീതി വൈകി, ഇനി എത്ര കാലം കഴിയും ഇതിൻ്റെ കുറ്റവാളികളെ കൈവിലങ്ങഴിക്കാൻ തുടങ്ങിയ പ്രായോഗികമായ നടപടിക്രമങ്ങളിലേക്ക് നമുക്ക് ചർച്ചയെ വിന്യസിപ്പിക്കാം. അതിനു മുമ്പ് 25 വർഷമായെങ്കിൽ പോലും ബാബറി മസ്ജിദ് തകർക്കൽ ഉണ്ടാക്കിയ വർഗീയ കലാപങ്ങളുടെ സൃഷ്ടിക്കലുകൾ, ഒപ്പം അനേകം സാമുദായികമായ ഭിന്നിപ്പുകൾ, തീവ്രവാദമടക്കമുള്ള കശ്മീർ മുതൽ കേരളം അങ്ങനെയുള്ള അപൂർവം ചില സംസ്ഥാനങ്ങൾ ഒഴിച്ചാൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തീവ്രവാദത്തിൻ്റെ കരാളഹസ്തങ്ങളിലേക്ക് പോയ സംഭവം, ഇത്തരം വിഷയങ്ങളിലേക്കൊക്കെ കാര്യങ്ങളെ എത്തിച്ച ഒരു വലിയ സംഭവ വികാസം, അതിന്മേൽ ജുഡീഷ്യറിയുടെ ചോദ്യചിഹ്നം എന്നാൽ അതിന് ധാർമ്മികമായ രാഷ്ട്രീയത്തിൻ്റെ പിൻബലമുണ്ട്. അത് ചർച്ച ചെയ്യാതെ വയ്യ. ശ്രീ ഭാസുരേന്ദ്ര ബാബു. അല്ല, കഴിഞ്ഞ ഒരു 25 വർഷം, കാൽ നൂറ്റാണ്ട് ഭാരതത്തിൻ്റെ ചരിത്രം ഭാവി ചരിത്രകാരന്മാർ എഴുതുമ്പോൾ ഈ കാൽ നൂറ്റാണ്ടിൻ്റെ സംഭവ ബഹുലത വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 2014 മോദി അധികാരത്തിലേക്ക് വന്നത് എന്ന് പറഞ്ഞാൽ 3 വർഷങ്ങൾക്ക് മുമ്പ്. അതായത് ബാബറി പള്ളി തകർന്നതിന് ശേഷം 22 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ BJP ആഗ്രഹിച്ചതുമാതിരി സംഘപരിവാറിൻ്റെ കൊടിക്കൂറ ഒരുപക്ഷെ ഇന്ത്യൻ പാർലമെൻറ്റിന് മേൽ പറന്നു എന്ന് നമുക്ക് കരുതാം. അതിനു മുമ്പ് ആ അർത്ഥത്തിലുള്ള ആളുകളല്ല വന്നത്. മോദി യഥാർത്ഥത്തിൽ നമുക്കറിയാവുന്നതിന് വാജ്പേയിയെ മാതിരിയോ അല്ലെങ്കിൽ അന്ന് രണ്ടാമനായിരുന്ന അദ്വാനിയെ മാതിരിയോ ഒന്നും ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമെന്ന് നമുക്കറിയാം. ആദ്യം പറഞ്ഞ 2 പേർ, ഒരുപക്ഷെ വാജ്പേയിയും അദ്വാനിയും തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് വരെ ഹിന്ദു രാഷ്ട്രീയവും അതിനുശേഷം
ഭരണഘടനയുടെ രാഷ്ട്രീയവും എന്ന ആശയമാണ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് അവർ വാജ്പേയി പ്രധാനമന്ത്രിയായി 2 തവണ വരുമ്പോഴും നമുക്ക് ഗൗരവതരമായ ഒരു മാറ്റത്തിൻ്റെ സമീപനം അധികാര കേന്ദ്രത്തിൽ നിന്നുണ്ടായില്ല ജിംഷാദ്. എന്നാൽ മോദിയാകട്ടെ അധികാരത്തിലേക്ക് കയറുന്നതിന് സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയം, ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയം, അധികാരത്തിലേറിയതിന് ശേഷവും അതേ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ആളുമാണ്. ആ അർത്ഥത്തിലുള്ള വലിയൊരു ഭാവപ്പകർച്ച 2014 സംഭവിച്ചു. ബാബറി പള്ളി തകർന്ന് 22 വർഷങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് ഏകദേശം പൂർണ്ണമായും തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ അതിൻ്റെ അധീനതയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുമാതിരി 25 വർഷങ്ങൾ കഴിയുമ്പോൾ ആ പള്ളി പൊളിക്കലിലൂടെ ഉയർന്നു വന്ന രാഷ്ട്രീയമുണ്ടല്ലോ, ആ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രബലമായ ഫലം ആരാണ് കൊയ്തത്, വിതച്ചതാര്, കൊയ്തതാര് എന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു കണക്കെടുക്കാം. അതൊരു പക്ഷേ ചരിത്രത്തിൻ്റെ കാവ്യനീതി എങ്ങനെയൊക്കെയാണ് സഞ്ചരിച്ചത് എന്ന് നമ്മോട് പറയുകയും ചെയ്യും. ആ അർത്ഥത്തിലാണ് ഞാൻ ഈ 25 വർഷത്തിൻ്റെ സംഭവ ഗതികളെ പുറകോട്ട് നോക്കിക്കാണുന്നത്. ഈ ഡിസ്കഷൻ്റെ ചർച്ചയുടെ മറ്റ് ഘട്ടങ്ങളിൽ നമുക്കത് പൂർണ്ണമായും വിശദീകരിക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നു. ശ്രീ ഫസൽ ഗഫൂർ, കോൾമേയർ കൊള്ളണമോ? അതായത് മതേതരത്വത്തിൻ്റെ മിനാരങ്ങളാണ് തകർന്നു വീണത്. അത് തകർന്നു വീഴുമ്പോൾ ആക്രോശിച്ച് പൊട്ടിച്ചിരിക്കുന്ന ഉമാഭാരതിയെ അടക്കം അന്ന് ദേശീയ മാധ്യമങ്ങൾ എടുത്തു നൽകിയ ചിത്രങ്ങൾ താങ്കൾ ഓർക്കുന്നുണ്ടാകും. അദ്വാനിയുടെ പ്രസംഗവും രഥയാത്ര 2 ഘട്ടങ്ങളിലായി നടത്തിയ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അടക്കമുള്ളവയെ തടയാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അതുണ്ടാക്കിയ സാമൂഹിക പരിസരത്തെ തടയാൻ വേണ്ടിയാണ് ലാലു പ്രസാദ് യാദവിനെ ഉപയോഗിച്ച് VP സിംഗ് തടഞ്ഞത് എന്നതിലേക്കൊക്കെ ചർച്ച പോകുന്നതിന് മുമ്പ് ഇന്ന് വന്ന വിധിയെ എങ്ങനെ കാണണം? വൈകിയെത്തിയതാണ്. ഇനിയും ആ പ്രതികളായുള്ള പലരും മരണപ്പെട്ടിരിക്കുന്നു. ഇനിയും ഒരുപാട് നാൾ ഈ കീഴ്ക്കോടതിയിൽ നിന്ന് മുകളിലേക്ക് എത്തുന്നത് വരെ പുനഃസ്ഥാപിച്ചിട്ടേ ഉള്ളൂ. വീണ്ടും അതിൻ്റെ പ്രോസസ്സുകൾ നടക്കുകയാണ്. ശിക്ഷ നടപ്പാകുമ്പോഴൊക്കെ ഒരുപാട് കാലം കഴിയും. ബാബറി മസ്ജിദിന്റെ കേസ് എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട് സാമുദായിക കലാപമുണ്ടാക്കി ഇരുവിഭാഗങ്ങളിലെയും സാധാരണക്കാർ മരിച്ച ആ ചോര ചാലുകളിൽ നിന്നുകൊണ്ട് വേണം ചർച്ചയെ വിന്യസിക്കാൻ. കേവലം ബാബറി മസ്ജിദ് എന്നത് മാത്രമല്ല, മതേതരത്വത്തെ തകർത്തു, മനുഷ്യജീവനുകളെ കെടുത്തി. അങ്ങനെയാണെങ്കിൽ ഇന്ന് നീതിപീഠം ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന വിധി ആർക്ക് അനുകൂലമായിട്ടായിരിക്കും വരിക എന്നതിനേക്കാൾ ഉപരി അതിൻ്റെ രാഷ്ട്രീയ മാനങ്ങൾ എന്തൊക്കെ, ആരായിരിക്കും ഇതിൻ്റെ ഗുണഭോക്താക്കൾ? ഈ വിഷയത്തെ ഒരിക്കൽ കൂടി ലൈംലൈറ്റിലേക്ക് കൊണ്ടുവരാം എന്നതല്ലാതെ അനീതിക്ക് മേൽ, നീതി നിഷേധിക്കപ്പെട്ടവർക്ക് മേൽ എന്തെങ്കിലും സമാധാനം അതുവഴി ഉണ്ടോ? ആദ്യമായിട്ട് അജിംഷദിൻ്റെ ആ കവിതയിൽ വലിയ ഒരു ആശ കാണുന്നുണ്ട്, എ ഹോപ്പ്, പ്രതീക്ഷ. പക്ഷെ ആ പ്രതീക്ഷ എനിക്കില്ല. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ അടുത്ത് കോടതിയിൽ വന്നിട്ടുള്ള ഈ വിഷയങ്ങൾ ഓരോന്നോരോന്നെടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ബാബരി മസ്ജിദിൻ്റെ ഇഷ്യൂ കോടതിയിൽ വീണ്ടും വരുന്നു. 2 ദിവസങ്ങൾക്ക് മുമ്പ് ബീഫിൻ്റെ വിഷയം ഗവൺമെൻറ് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. അല്ലെ, അതിന് മുമ്പ് തന്നെ ബീഫിൻ്റെ വിഷയം കോടതികളിൽ വന്നിട്ട് നിരോധനം നടപ്പാക്കുന്നു. അതിനു മുമ്പ് മുത്തലാഖ് വിഷയം എടുത്തിടുന്നു. അതേസമയം ഭാരതീയ ജനതാ പാർട്ടി കാശ്മീരിലെ ഭരണത്തിൽ പങ്കാളിയാണെങ്കിൽ കൂടി കാശ്മീരിലെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടുന്നില്ല. വാജ്പേയിയുടെ കാലത്തുള്ളത്ര പോലും പരിഹരിക്കപ്പെടുന്നില്ല, അതിനെക്കാട്ടൊക്കെ രൂക്ഷമാകുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഭാരതീയ ജനതാ പാർട്ടിയുടെ മനസ്സിലല്ലേ ഡിവിസീവായിട്ടുള്ള അജണ്ടയിലെ എല്ലാ സംഭവങ്ങളും ഇപ്പോൾ അവർ കോടതി മുഖാന്തരം പുറത്തുകൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇനി അടുത്തപ്പോൾ അജിംഷദ് തന്നെ പറഞ്ഞു, ഇപ്പോൾ ഇത് കുറേ കാലം നീണ്ടു നിൽക്കും, കീഴ്ക്കോടതിയിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതും കീഴ്ക്കോടതിയിൽ നിൽക്കുന്നു, മുത്തലാഖ് വിധി സുപ്രീം കോടതിയിൽ നിന്ന് വരാൻ പോകുന്നു. ഇതെല്ലാം ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം 2 വർഷത്തേക്കെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് അടുത്ത ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്തേക്കെങ്കിലും ലൈവായിട്ട് നിൽക്കുകയും രാഷ്ട്രീയമായിട്ട് അവർക്ക് നേട്ടം കൊയ്യാനുണ്ടാകുന്ന സാഹചര്യമാണ് ഞാൻ കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഉദാഹരണം, ഈ വിഷയത്തിൽ തന്നെ ലീബർഹാൻ കമ്മീഷൻ അതിശക്തമായിട്ട് LK അദ്വാനിനും അടൽ ബിഹാരി വാജ്പേയിനെ വരെ വിമർശിച്ചു. സ്യൂഡോ മോഡറേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ആ കമ്മീഷൻ എന്തെങ്കിലും നടപടി ഉണ്ടായോ? അതേമാതിരി തന്നെ പല കമ്മീഷനുകൾ നമുക്ക് മുമ്പുണ്ടായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ശ്രീകൃഷ്ണ കമ്മീഷൻ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ
കോടതിയിൽ പോയിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും ഒരു നീതിയും ലഭിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അനന്തരഫലം എന്താണ് ഞാൻ കാണണമെന്ന് വെച്ചാൽ അത് ഇപ്പം തന്നെ ഉണ്ടല്ലേ, ഇതിപ്പോൾ ലൈവായി നിർത്തിയില്ലേ. ഞാനും അജിംഷദും അല്ലെ കൈരളിൽ തന്നെ ഞാനിപ്പോൾ അത് 3ാമത്തെ തവണയാണ് ഈ 2-3 ആഴ്ചയായിട്ട് ഇതേ വിഷയം ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഒരു ചർച്ച ദേശീയ ലെവലിൽ കൊണ്ടുവരാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ പശുവിൻ്റെ കാര്യം തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇപ്പം തന്നെ ഈ ഒരു നിയമം പാസ്സാക്കുക വഴി എന്തുണ്ടായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തർപ്രദേശിലും ബീഹാറിലും മധ്യപ്രദേശിലൊന്നും ആർക്കും ഇപ്പം അനങ്ങാൻ പറ്റുന്നില്ല. ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ആർജവം അവർക്ക് ആരെയും കാണിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. അപ്പം അങ്ങനെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചില മാറ്ററുകൾ എടുത്തിട്ട് കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി രാഷ്ട്രീയ നേട്ടമാണ് കൊഴിയാൻ പോകുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും ശ്രീ വി രാജേഷ്, അതാണോ ബാബറി മസ്ജിദ് വിഷയം എടുക്കുമ്പോൾ നിങ്ങൾക്ക് സാധാരണയുള്ള ഒരു വൈകാരിക വിക്ഷോഭമോ വേലിയേറ്റമോ വേലിയിറക്കമോ ഒന്നുമില്ല, ഇത് ഞങ്ങൾക്കുള്ള സാധ്യതയാണെന്ന് തുറക്കുകയാണ്? 2 സീറ്റിൽ നിന്ന് ഇത്രയേറെ ഉയരാനായതിൻ്റെ വലിയ സന്തോഷം 1. 2, രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയുമാകാൻ കുപ്പായം തയ്പ്പിച്ചവർക്ക് ഇപ്പോഴത്തെ അപ്രമാദിത്വമായ ഗ്രൂപ്പിൻ്റെ മേധാവിത്വം ഉണ്ടാകും എന്നതിലെ മറ്റൊരു ഉത്സുകത, ഇതൊക്കെയാണോ? അല്ല, നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരു ഭാഗത്ത് ഡോക്ടർ ഫസൽ ഗഫൂറും ഒരു ഭാഗത്ത് അജിംഷാദൊക്കെ ഇരുന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ കെട്ടിപ്പടുക്കുന്നു, ഞാൻ പറയാം, എന്തൊക്കെയോ കോട്ടകൾ കെട്ടിപ്പടുക്കുന്നു. അതിനുശേഷം നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കും. ഞാനിപ്പോൾ ഡോക്ടർ പറഞ്ഞത് തന്നെ ആദ്യം പറയാം. അദ്ദേഹം പറയുന്നത് BJPയുടെ ഡിവിസീവായിട്ടുള്ള പൊളിറ്റിക്സ് കോടതി വഴി കൊണ്ടുവരുന്നു. അതിന് അദ്ദേഹം കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു, മുത്തലാഖ് പറഞ്ഞു, അയോധ്യ പറഞ്ഞു ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും ഇന്ത്യൻ രാഷ്ട്രീയത്തെയും സെപ്പറേറ്റ് ചെയ്ത് കാണാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ അതും തയ്യാറാവുന്നില്ല. എന്നാൽ BJPയുടെ ഗവൺമെൻറ് നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വരും മുമ്പായിരുന്നെങ്കിൽ അദ്ദേഹം ഇത് സംസാരിക്കുകയില്ല. അപ്പോൾ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഒരു സാങ്ക്ടിറ്റി പോലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ഒരു BJP വിരുദ്ധത നമ്മുടെ പ്രത്യേകിച്ചും BJPയുടെ രാഷ്ട്രീയ പ്രതിയോഗ സിദ്ധാന്തങ്ങൾ പേറുന്നവർക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഇതിപ്പോൾ ഒരു കണക്കിന് നിങ്ങളൊക്കെ ചർച്ച ചെയ്ത് വന്നത് BJPക്ക് കനത്ത തിരിച്ചടി എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് ചർച്ച ചെയ്യുന്നത്. അവിടെ തന്നെ BJP വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ഒരാളായിട്ടുള്ള ശ്രീ ഡോക്ടർ ഫസൽ ഗഫൂർ, ഞാൻ അദ്ദേഹത്തിൻ്റെ വേറെ പല കാര്യങ്ങളെയും ചില കാര്യങ്ങളെ അംഗീകരിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ BJP വിരുദ്ധ ചേരിയിൽ കൂടുതലും നിലയുറപ്പിക്കുന്ന ഡോക്ടർ ഫസൽ ഗഫൂർ പറയുന്നത് നീതിന്യായ വ്യവസ്ഥയിൽ പോലും BJP കൈകടത്തിയിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ അതാണ് ആ കോൺട്രഡിക്ടറി ആസ്പെക്റ്റാണ് ഞാൻ പറയുന്നത്. മാധ്യമങ്ങളെ പറയുന്നത് BJPക്ക് അല്ല, അങ്ങ് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത് അങ്ങ് പറഞ്ഞത് ഇല്ല. ഞാൻ പറഞ്ഞത് കോടതികളിൽ വരുന്ന വിധികൾ അങ്ങനെയാണ്, കോടതിയിൽ വരുന്ന സംഭവങ്ങളെ. എനിവേ അതിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. ഇന്നിപ്പോൾ ഈ കേസ് വന്നു വരുന്ന സംഭവങ്ങൾ, യെസ്, അങ്ങനെയാണെങ്കിൽ താങ്കൾ അങ്ങനെയാണ് ഉദ്ദേശിച്ചെങ്കിൽ അങ്ങനെ തന്നെ. ഇന്ന് ഈ കോടതിയിൽ കേസ് വരുന്നത് ഇത് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ച് കോടതിയിൽ വന്നതാണ്. ഇവിടെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള നില, ഇപ്പം അജിംഷാദ് പറഞ്ഞു ഞങ്ങൾക്ക് ആവേശം, ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് അയോധ്യ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൻ മുന്നേറ്റമാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ മൊബൈലിൽ ചാർജ് കുറവാണ്. അപ്പോൾ വാട്സാപ്പിൽ ഞാൻ 1987 ജനുവരി 14 ബുധനാഴ്ച, 1987 ജനുവരി 14 ബുധനാഴ്ച, ഡോക്ടർക്ക് വളരെ വ്യക്തമായിട്ട് അറിയായിരിക്കും, തിരൂരിൽ EMS നമ്പൂതിരിപ്പാട് പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ മാതൃഭൂമിയുള്ള കട്ടിങ്സാണ്. ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റി പ്രശ്നം തീർക്കണം. ഇത് അല്ല, ഞാൻ പറയട്ടെ, ഞാൻ വായിച്ചത് മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്തയാണ്. അത് മാത്രമാണ് ഞാൻ വായിച്ചത്. അതായത് ഇന്ത്യയിൽ എമ്പാടും, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഒരുപാട് ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല, ഇന്ത്യയിൽ ഉണ്ടായി വന്ന 1528 ശേഷം ഇന്ത്യയിൽ ഉണ്ടായി വന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായി വന്ന ഒരു ദേശീയ വികാരമുണ്ട്. ഇപ്പോൾ അവിടെ ആ തർക്ക മന്ദിരത്തിനടിയിൽ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടം ഉണ്ടായിരുന്നു എന്നുള്ളൊക്കെ കണ്ടെത്തലുകളും കോടതിയിൽ അംഗീകരിച്ച കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അല്ല, ഞാൻ പറയട്ടെ, ആ ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒന്ന് ഉമാഭാരതി പറഞ്ഞിട്ടുണ്ടോ, ദർ വാസ് നോ കോൺസ്പിറസി, നോട്ട് അറ്റ് ഓൾ എ കോൺസ്പിറസി. അത് ഒരു ഇത് അയോധ്യയിലെ മറ്റു രാമക്ഷേത്രത്തിലെ പൂജാരിമാരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ അവിടെ എല്ലാം രാമൻ ജനിച്ചത് അവിടെയാണെന്നാ പറയുന്നത്. ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. ഞാനവിടെ പോയി കണ്ടിട്ടുള്ള, ഞാൻ ഒരു 1-2 തവണ ഞാനവിടെ പോയിട്ടുള്ള ആളാണ്. ഞാനൊന്ന് പറയട്ടെ, ആ ഉണ്ടായിട്ടുള്ള വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്, ആ മൂവ്മെന്റിന്റെ ഭാഗമായി ചില കാര്യങ്ങൾ സംഭവിച്ചു. LK അദ്വാനിജി, അടൽ ബിഹാരി വാജ്പേയിയും ഒക്കെ തന്നെ അത് പല സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏതൊരു മുന്നേറ്റം നടക്കും, ഇപ്പോൾ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് നടന്നു കഴിഞ്ഞാൽ ആ സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ ഇമ്പാക്റ്റ് ചിലപ്പോൾ 5-10, ഞങ്ങളൊക്കെ തന്നെ 90കളിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന മാർച്ചിന്റെ കേസ് ഇപ്പോഴും പല കേസുകളും കോടതിയിൽ നടക്കുകയാണ്. അപ്പോൾ രാജേഷ് നേരത്തെ ഉയർത്തിയ ഒരു യുക്തിയുടെ പ്രശ്നമുണ്ട്. അതായത് ഫസൽ ഗഫൂർ വിധികളെ
യഥാർത്ഥത്തിൽ സംഘപരിവാർ എങ്ങനെ ഉപയോഗിക്കുന്നു, സംഘപരിവാർ രാഷ്ട്രീയത്തിന് അനുകൂലമാകുന്ന വിഷയങ്ങളിൽ എന്ന് പറഞ്ഞപ്പോൾ അത് കോടതിയുടെ സാങ്ക്ടിറ്റിയുമായി ബന്ധപ്പെട്ട് വിശുദ്ധതയും ആധികാരികതയും വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട് താങ്കൾ വാചാലനായി. പക്ഷേ ഇവിടെ മറ്റൊരു മുഖമില്ലേ? അതായത് ബാബറി മസ്ജിദ് കേസിലെ ഗൂഢാലോചന നിലനിൽക്കുന്നു നിങ്ങളുടെ പ്രമുഖ നേതാക്കൾക്കെതിരെ, 13 നേതാക്കൾക്കെതിരെ എന്ന് പറയുമ്പോൾ, കർസേവകരുടെ കാര്യം നമുക്ക് ഒഴിവാക്കാം ഇപ്പോൾ താൽക്കാലികം, ഈ 13 നേതാക്കന്മാർക്കെതിരെ ഉണ്ട് എന്ന് പറയുമ്പോൾ കോടതിയുടെ ആ വിധിയുടെ കാര്യത്തിൽ നിങ്ങൾ കോടതിയുടെ വിശുദ്ധി അംഗീകരിക്കുന്നില്ല. അപ്പോൾ അവർ കുറ്റക്കാരാണ് എന്നതിലേക്ക് പോകുന്ന കാര്യങ്ങൾക്കുള്ള വാതായനങ്ങൾ തുറക്കുന്നു എന്നതിനെയും നിങ്ങൾ അംഗീകരിക്കുന്നതിനെ കോടതി കോടതി ഇന്ന് അപ്പോൾ അദ്വാനി ചെയ്തത് തെറ്റാണ്. എന്റെ അജിംഷാദ് എന്ത് വെച്ചിട്ടാ ചർച്ച ചെയ്യുന്നത്? ഞാൻ അജിംഷാദ് ഇടപെടായിരുന്നു, ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും പ്രേക്ഷകർക്ക് വേണ്ടി. ഒരു മിനിറ്റ്. അതായത് കോടതിയുടെ വിധി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, ഞങ്ങൾ അംഗീകരിക്കുന്നു. കോടതി പറഞ്ഞു LK അദ്വാനിയും മുരളീ മനോഹർ ജോഷിയും ഉമാഭാരതിയും ഇന്ന് കോടതിയിൽ ഹാജരാവണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ട് കോടതി മുമ്പായി ഞങ്ങൾ എത്തി. ഇന്ന് അവർ എക്സംപ്റ്റ് ചെയ്യാൻ വേണ്ടി, എക്സോണറേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഫയൽ ചെയ്ത പെറ്റീഷൻ കോടതി തള്ളിയിട്ട് പറഞ്ഞു നിങ്ങൾ ട്രയൽ ഫേസ് ചെയ്യണം. ഞങ്ങൾ വളരെ കോൺഫിഡൻസോടെ ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യൻ ജുഡീഷ്യറിക്കും മുമ്പിൽ അദ്വാനിയും അല്ല, നിങ്ങളുടെ പ്രതികരണം സമഗ്രമാകാൻ ഞാൻ ആഡ് ചെയ്യണം. അതായത് അദ്വാനിയും മുരളീ മനോഹർ ജോഷിയും അടക്കമുള്ളവർ ചെയ്തത് തെറ്റല്ലാതായി മാറുമോ, അവർ ചെയ്തിട്ടില്ല എന്നതായിരിക്കുമോ കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ട ഈ പ്രഖ്യാപനത്തിൽ നിങ്ങൾ എന്നെ ഒന്ന് ഉത്തരം പറയാൻ സമയമാണല്ലോ. അപ്പൊ ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. അതായത് നല്ല കോൺഫിഡൻസോടെ ഇന്ന് അദ്വാനിജിയും ജോഷിജിയും ഉൾപ്പെടെയുള്ളവർ കോടതിയിൽ നിന്ന് തിരിച്ചുപോയി. ഞങ്ങൾ കേസ് ട്രയൽ ഫേസ് ചെയ്യാൻ പോവുകയാണ്. യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ ഉള്ളവർ വന്നിട്ടാണ് അവരെ കോടതിയിൽ വന്ന് കയറ്റി തിരിച്ചയച്ചത്. അതൊരു മൂവ്മെന്റ് ഭാവമാണ്. ഇനി അജിംഷാദ് ചോദിക്കുന്നു അവർ തെറ്റ് സമയമായില്ല. ഞങ്ങൾക്ക് എന്തുകൊണ്ട് കോൺഫിഡൻസ് വരുന്നു എന്ന് പറഞ്ഞാൽ there was no conspiracy. ഇനി എപ്പോഴാ ഇവർ തെറ്റുകാരാണെന്ന് കാണുന്നത്? എവിഡൻസ് വരട്ടെ, കോടതി മുമ്പാകെ എവിഡൻസ് വരട്ടെ, കോടതി ആ എവിഡൻസ് ട്രയൽ നടക്കട്ടെ, ആർഗ്യുമെന്റ് കഴിയട്ടെ, അതിനുശേഷം കോടതി വിധി കൊണ്ടട്ടെ. അപ്പോഴേക്കും തീർച്ചയായിട്ടും ഇതിനകത്ത് വലിയ വൈരുദ്ധ്യമുണ്ട്. അത് പ്രേക്ഷകർക്ക് പറക്കെടുക്കാം. അതായത് ബാബറി മസ്ജിദിനെ അത് ബീഫ് രാഷ്ട്രീയത്തിലായാലും പശുവിന്റെ വിഷയത്തിലായാലും എല്ലാം BJP കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമാക്കി. അജിംഷാദ് ബുദ്ധിപൂർവ്വം അയോധ്യ വിഷയം നമ്മൾ ചർച്ച ചെയ്യാൻ വന്നിട്ട് ബീഫ് മറ്റേ അയോധ്യ വിഷയം ഇന്നത്തെ വിഷയത്തിലേക്ക് തന്നെ അങ്ങനെ ഒരുപാട്. അതായത് അയോധ്യ വിഷയത്തിൽ ബാബറി മസ്ജിദ് എന്നത് തർക്കമന്ദിരമായിട്ടേ കാണുന്നുള്ളൂ. അത് പൊളിക്കപ്പെടേണ്ടതാണ് എന്ന് നിങ്ങൾ ഇപ്പോഴും കാണുന്നു. പക്ഷെ പൊളിച്ചത് അദ്വാനിയും ഉമാഭാരതിയുമാണ് എന്ന് നിങ്ങൾ പ്രസംഗങ്ങളിൽ വാചാലമാകുന്നു. അതുമായി ബന്ധപ്പെട്ട കേസ് എത്തുമ്പോൾ അത് കേസിന്റെ വിധി വരട്ടെ, അവർ കുറ്റക്കാരല്ല, അതിന്റെ പിന്നിൽ കോൺസ്പിറസി ഇല്ല എന്ന് പറയുന്നു. അതായത് ഒരു ക്രൈമുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അതിനെ കാണുന്നത് എത്ര ആംഗിളുകളിലാണ്? എന്റെ അജിംഷാദേ, ഞാൻ ബാബറി മസ്ജിദിനെ നിങ്ങൾ ഒരു മസ്ജിദായി കാണുന്നുണ്ടോ, തർക്കമന്ദിരമായി കാണുന്നുണ്ടോ? അത് പൊളിക്കേണ്ടതായിരുന്നു. ഞാൻ ഉത്തരം പറയട്ടെ. താങ്കൾ ചോദിക്കുന്നതിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ PSC ഞാൻ ഉത്തരം പറയട്ടെ. അതായത് ആ പള്ളി ഇരുന്ന സ്ഥലത്തിനടിയിൽ നിന്ന് ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്ന് കോടതി അംഗീകരിച്ച തെളിവുണ്ടല്ലോ. അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം പൊളിക്കേണ്ടതായിരുന്നു. അവിടെ 1528 മുൻപ് ഉണ്ടായിരുന്ന ക്ഷേത്രം പൊളിക്കേണ്ടതായിരുന്നു. എന്റെ ഉത്തരം താങ്കളുടെ വിഗ്രഹങ്ങളെ സംബന്ധിച്ച് അതിന്റെ കാലപ്പഴക്കം കൃത്യമായി നിർണ്ണയിച്ചു. അത് സരയൂ നദിയിലെറിയൂ എന്ന് ജവഹർലാൽ നെഹ്റു അല്ലേ പറഞ്ഞത്? ജവഹർലാൽ നെഹ്റു പറഞ്ഞതെല്ലാം ഞങ്ങൾ അംഗീകരിച്ചോന്നുണ്ടോ? ജവഹർലാൽ നെഹ്റു അങ്ങനെയാണെങ്കിൽ ഇത്തരം അടി പരിശോധിച്ച് ശ്രീരാമക്ഷേത്രം പൊളിക്കേണ്ടതായിരുന്നു. അതിനെന്താ ഉത്തരം തരാത്തത്? തീർച്ചയായും അത് അതുമായി ബന്ധപ്പെട്ടവരോട് ചോദിക്കണം. മറ്റേ ജവഹർലാൽ നെഹ്റുവോട്. പക്ഷേ അതല്ല ശ്രീ രാജേഷ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള പല ഹൈന്ദവ ക്ഷേത്രങ്ങളും ബുദ്ധവികാരങ്ങൾക്കും മേലും സിഖ് വികാരങ്ങൾക്കും മേലും കെട്ടിപ്പടുത്തതാണ്. അതൊക്കെ തിരിച്ചു പിടിക്കാൻ ഇറങ്ങിയാൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം അതൊക്കെ പഴയ ചർച്ചയാണ്. ചോദിച്ചിട്ട് എനിക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ഓരോ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ ചരിത്രങ്ങളുണ്ട്.
ഈ ഇന്ത്യയിലുള്ള കോടിക്കണക്കിന് ആരാധനാലയങ്ങളുടെ ചരിത്രങ്ങളെല്ലാം നമുക്കിവിടെ ചർച്ച ചെയ്യാൻ സാധിക്കുകയില്ല. പക്ഷെ ബാബറി മസ്ജിദ്, ബാബറി തർക്കം എന്ന് പറയുമ്പോഴേക്കും ബാബറി തർക്കം എന്ന് പറയുമ്പോഴേക്കും ആ തർക്കം ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തോളം പഴക്കമുള്ളതാണ്. അത് വളരെ വലിയൊരു മുന്നേറ്റമാണ്, അതൊരു വികാരമാണ്. ഇവിടെ സംഭവം ഞാൻ വേറെ അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം താങ്കൾ പൂർത്തീകരിച്ചില്ല, അതിന് മറുപടി നൽകില്ല. അതായത് മസ്ജിദ് തർക്കമന്ദിരമാണെന്ന് താങ്കൾ പറയുന്നു, അപ്പോൾ അത് പൊളിക്കേണ്ടത് അനിവാര്യമായിരുന്നു. തീർച്ചയായിട്ടും ജനവികാരം അപ്പോൾ അദ്വാനി ചെയ്തത് ശരിയായിരുന്നു, ജനവികാരം അതായിരുന്നു. അദ്വാനിയും ഉമാഭാരതിയും അടക്കമുള്ളവർ ചെയ്തത് ശരിയായിരുന്നു, സ്വാതി ഋതംബരയും ചെയ്തത് ശരിയായിരുന്നു. ഒറ്റ വാക്കിൽ ഉത്തരം പ്രതീക്ഷിക്കാതെ ഞാൻ പറയട്ടെ, താങ്കൾ ഒരുപാട് ചോദിച്ചല്ലോ, ഞാൻ വേറൊന്ന് പറയട്ടെ. LK അദ്വാനിയുടെയും ജോഷിജിയുടെയും ഉമാഭാരതിയുടെയും നേതൃത്വത്തിലുള്ള മുന്നേറ്റം ശരിയായിരുന്നു എന്നാണ് ഇന്ത്യൻ ജനാധിപത്യം തെളിയിക്കുന്നത്. കാരണം 1992 ഡിസംബർ മാസത്തിൽ ഈ വിഷയം നടക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ ഈ മുന്നേറ്റം കുറഞ്ഞ 80കളിലോ 70കളിലോ 60കളിലോ ഒക്കെ രൂപപ്പെടുമ്പോഴേക്കും ആ മുന്നേറ്റം ഉണ്ടാക്കിയ ഇമ്പാക്റ്റും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ ജനത അവർ സംസ്കാര സമ്പന്നരാണ്, അവർ രാഷ്ട്രീയ പ്രബുദ്ധരാണ് എന്നൊക്കെ താങ്കൾക്ക് തർക്കമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ആ മുന്നേറ്റത്തിലെ ഇന്ത്യൻ ജനതയിൽ കൂടുതൽ സ്വീകാര്യത കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ താങ്കൾ ജനാധിപത്യത്തെ കാണുന്നത് ചുരുങ്ങിയ പരിപ്രേക്ഷ്യത്തിലാണ്. ജനാധിപത്യത്തിന്റെ ഭാഗമാണ് ജുഡീഷ്യറി. അല്ല, ജുഡീഷ്യറിയിൽ തിരിച്ചടി കിട്ടിയെങ്കിൽ അത് എന്തുകൊണ്ട് താങ്കൾ അംഗീകരിക്കുന്നു? ഞങ്ങൾ പറഞ്ഞു ജുഡീഷ്യൽ ലാസ്റ്റ് ജനാധിപത്യം എന്നത് ട്രയൽ കോർട്ട് എന്ന് പറയുന്നത് ലെജിസ്ലേഷൻ മാത്രമല്ലല്ലോ, ജുഡീഷ്യറി ജനാധിപത്യത്തിന്റെ ഭാഗമല്ലേ? അജിംഷാദെ, ട്രയൽ കോർട്ട് എന്ന് പറയുന്നത് ഒരു ജുഡീഷ്യറിയിലെ പ്രിലിമിനറി സ്റ്റേജാ. അതിനുശേഷം 2 or 3 തട്ടിൽ അപ്പലേറ്റ് കോടതികളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ പിണറായി വിജയനെതിരെ 302 കേസിൽ, മർഡർ കേസിൽ ട്രയൽ കോടതിയിൽ കേസുണ്ടായിരുന്നു. അദ്ദേഹം കുറ്റക്കാരനാണോ? അദ്ദേഹത്തെ അതിനുശേഷം മുകൾ കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു. കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. അപ്പോൾ LK അദ്വാനിയും ജോഷിയും ഉമാഭാരതി അടങ്ങുന്നവർ ഇപ്പോൾ ട്രയൽ കോർട്ടിലാണ്. ഇതിൽ എവിഡൻസ് വരട്ടെ, ട്രയൽ നടക്കട്ടെ, അതിനുശേഷം താങ്കൾ ഫൈൻഡിങ്ങിലെത്തൂ. തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ രാമക്ഷേത്രം പണിയും എന്ന BJPയുടെ അവകാശവാദം ഉമാഭാരതി ഇത്തരത്തിൽ പ്രതിയായിരിക്കുമ്പോൾ, താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ, VV രാജേഷ് തന്നെ സൂചിപ്പിച്ചതുപോലെ, പ്രതിയായി അല്ലെങ്കിൽ കുറ്റാരോപിതരായി ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഉമാഭാരതിക്ക് എങ്ങനെ മന്ത്രിയായി തുടരാനാകും? കല്യാൺ സിംഗിന് എങ്ങനെ ഗവർണറായി തുടരാനാകും? ആ ചോദ്യം കൂടി BJP ഫേസ് ചെയ്യേണ്ട. തീർച്ചയായും ശ്രീ ഫസൽ ഗഫൂർ, അതായത് 80കളിൽ ഒക്കെ പഞ്ചാബ് അസ്വസ്ഥമായിരുന്ന സമയത്ത് പോലും കശ്മീർ സമാധാനത്തിലായിരുന്നു. കശ്മീരിൽ പശുവിറച്ചി പോലും ഹൈന്ദവ വികാരത്തെ വ്രണപ്പെടുത്താതിരിക്കാൻ കഴിക്കില്ലായിരുന്നു. ഇങ്ങനെ ഒരു വലിയ അന്തരീക്ഷം ഇന്ത്യയിൽ ആകമാനമുണ്ടായിരുന്നു. ആ അന്തരീക്ഷത്തെ തകർത്തു എന്നതാണ് ബാബറി മസ്ജിദ് തുടങ്ങിവെച്ചത്. പക്ഷേ ആ തുടങ്ങിവെച്ചത് വികാരങ്ങൾ ഒരു പക്ഷേ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അത്തരം പൊളിറ്റിക്സുകൾക്ക് വീണ്ടും ഊർജം നൽകുന്നു എന്നതോ അല്ലാതെ നീതി സംസ്ഥാപിക്കാൻ ഈ വിധിയും ഇതുമായി ബന്ധപ്പെട്ട വിചാരണയും ഉപകരിക്കില്ല എന്ന് കണ്ടെത്താൻ എന്തൊക്കെ കാരണങ്ങളാണ് താങ്കളുടെ മുന്നിൽ ഉള്ളത്? ആദ്യം തന്നെ ഇത് നമ്മളിപ്പോൾ ബലിയർപ്പിക്കണ മാതിരി കൂട്ടിയാൽ മതി. ലീബർഹാൻ ഈ കമ്മീഷന്റെ മുന്നിൽ, ലീബർഹാൻ കമ്മീഷൻ കണ്ടുപിടിച്ചിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ കുറ്റവാളികൾ എന്ന് പറയപ്പെടുന്ന എല്ലാ നേതാക്കന്മാരും ഭാരതീയ ജനതാ പാർട്ടിയുടെ വിമത ലിസ്റ്റിലുള്ളതാണ്. ഇതിലെ ഏറ്റവും വലിയ പ്രതി എന്ന് പറയപ്പെടുന്നത് കല്യാൺ സിംഗ് ആണ്. കല്യാൺ സിംഗ് പാർട്ടി വിട്ടുപോയിട്ട് സ്വന്തം പാർട്ടി ഉണ്ടാക്കിയ ആളാണ്. ഉത്തർപ്രദേശിലോട്ട് അയാളെ കയറ്റാറില്ല. അതേമാതിരി തന്നെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ പുറത്താക്കപ്പെട്ടതാണ് ഉമാഭാരതി. ഉമാഭാരതിയും സ്വന്തം പാർട്ടി ഉണ്ടാക്കി പോയ ആളാണ്. പിന്നെ നമുക്കറിയാം അദ്വാനിയുടെ ഇക്വേഷൻ എന്താണ് മോഡി ആയിട്ടെന്നുള്ളത്. അതെ, പിന്നെ ഇനി ഒരു കാര്യം കൂടെ പറയാം. അതിൽ കാര്യപ്പെട്ടൊരു നേതാവിൻ്റെ പേര് നിങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ഇന്ന് കോൺഗ്രസിൻ്റെ ഏറ്റവും ഉയർന്ന നേതാവാണ് ഗുജറാത്തിൽ. അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ്, RSS നേതാവുമായിരുന്ന ശങ്കർ സിംഗ് വഗേല, അദ്ദേഹം മോഡിയുടെ ഏറ്റവും വലിയ ശത്രുവാണ്. അപ്പോൾ ഇതിൽ കുടുങ്ങാൻ പോകുന്ന ആൾക്ക് മോഡിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാ ശത്രുക്കളെ ഒതുക്കിക്കൊണ്ട് പോവുകയാണ്. ഇത് ലൈവായിട്ട് നിൽക്കുകയാണ്. പിന്നെ രാജേഷ് പറഞ്ഞൊരു കാര്യം, രാജേഷ് പറഞ്ഞു, അതായത് അതിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയ ആർക്കിയോളജിക്കൽ സർവേ കിട്ടിയത്, രാജേഷ് പോയതിനെക്കാട്ടും വളരെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ബാബരി മസ്ജിദ് പൊളിച്ച സമയത്ത് ഞാൻ അവിടെ പോയതാണ്. അവിടെ ഞാൻ ആ ബിംബങ്ങൾ കണ്ടതാണ്. ആ അവിടെ ഇരിക്കുന്ന അതെല്ലാം അവിടുന്ന് അതിൻ്റെ മുകളിൽ പൂജ നടക്കുന്നത്. ഞാൻ പോയി പങ്കെടുത്തല്ലോ ഒരു പൂജയല്ല, ഹനുമാൻ്റെ ഒരു ബിംബം എന്ന് പറഞ്ഞിട്ട്, ഒരു വിഗ്രഹം എന്ന് പറഞ്ഞിട്ട്, അത് ഭൂമിയുടെ അടിയിൽ നിന്ന് കിട്ടിയത്, അത് പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതാ. ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാ. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിന് അടിയിൽ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അതൊരു ആർക്കിയോളജിക്കൽ ഇഷ്യൂ ആണ്. ഞാനും രാജേഷും കൂടെ തർക്കിക്കേണ്ട ഇതല്ല. പക്ഷേ മൊത്തം ഞാൻ പറഞ്ഞ സ്റ്റാൻഡിലോട്ട് തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇതിൻ്റെ മെച്ചം കിട്ടുക. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇതിൽ വെറും രാജേഷിൻ്റെ പാർട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെയാണ് ഇഷ്യൂ ഞാൻ പറഞ്ഞുതരാം.
ആദ്യം BP സിംഗ് മന്ദിർ പൊളിറ്റിക്സ് അല്ല മണ്ഡൽ പൊളിറ്റിക്സ് എടുത്തിട്ടു, പിന്നോക്ക സമുദായങ്ങൾ, അതൊരു ഡിവിസി പൊളിറ്റിക്സ് തന്നെയാണ് മണ്ഡൽ. അതിനുശേഷം ഷാബാനു കേസിൽ തലയിട്ടുകൊണ്ട് അനാവശ്യമായിട്ട് തലയിട്ടുകൊണ്ട് രാജീവ് ഗാന്ധി ഒരു മുസ്ലിം അപ്പീസ്മെന്റ് അവിടെ നടത്തി, മനസ്സിലായി. അതിൻ്റെ കൂടെ ഇവർ കയറിയിട്ട് രാമജന്മഭൂമിയും കൂടെ എടുത്തിട്ടു. ഇതിൽ മതവുമായിട്ട് ഈ 3 കാര്യങ്ങൾക്കും യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല, ഇവിടുത്തെ ജനങ്ങളായിട്ട് ബന്ധമില്ല. ഇവിടെ എന്താ വെച്ചാൽ ഇത് 3ഉം വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് വോട്ട് ബാങ്കുകൾ സൃഷ്ടിക്കാനുള്ള ഇതിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായത്. അതിൻ്റെ ദുരന്തമാണെന്ന് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ കാര്യങ്ങൾ നിൽക്കുന്നത്. അതാണ് ശ്രീ ഭാസുരേന്ദ്ര ബാബു ചർച്ച അതിൻ്റെ കാതലായ വശത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് ഒരു പക്ഷേ ശ്രീ ഫസൽ ഗഫൂർ ചൂണ്ടിക്കാണിച്ചതും താങ്കൾ തുടക്കം വെച്ചതുമായ കാര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. അതായത് അദ്വാനിയും ഉമാഭാരതിയും സ്വാതി ഋതംബരയും അശോക് സിംഗാളും ഒക്കെ കൊളുത്തി വെച്ചതിൻ്റെ ഇന്നത്തെ ഫലം ഗുണഭോക്താക്കളായി നിൽക്കുന്നത് ആര്? നമുക്കറിയാം, മോഡിയും അമിത് ഷായും അടക്കമുള്ള കേന്ദ്രങ്ങൾ. ഒരു പക്ഷേ അവർക്ക് ഗുണപരമാവുകയും അത്തരം ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ പെടാതെ രാഷ്ട്രപതിയുടെ ഉടുപ്പ് തയ്പ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയുടെ ഉടുപ്പ് തയ്പ്പിച്ചിരിക്കുന്ന മുരളി മനോഹർ ജോഷിക്കും രാഷ്ട്രപതിയുടെ ഉടുപ്പ് തയ്ച്ചിരിക്കുന്ന അദ്വാനിക്കും എതിരെ ഉയർത്താൻ ഈ കോക്കസിന് അമിത്ഷായ്ക്കും മോദിക്കും അടക്കമുള്ളവർക്ക് ആയുധമാകുന്നു ഇത് എന്നതല്ലാതെ ഈ വിധിക്ക് എന്ത് രാഷ്ട്രീയ ഗുണഫലം ശ്രീ ഭാസുരേന്ദ്ര ബാബു? അല്ലല്ല, അതിനകത്ത് കോടതിയുടെ വിധിക്ക് വലിയ രാഷ്ട്രീയ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും. കാരണം എങ്ങനെ താങ്കൾ ഇതിനകത്തുള്ള കോൺസ്പിറസി വിചാരണ ചെയ്യപ്പെടണം. അതാണ് ലക്നോ കോടതി പറഞ്ഞിരിക്കുന്നത്. കോൺസ്പിറസി വിചാരണ ചെയ്യപ്പെടണം. ദർ ഈസ് എ കോൺസ്പിറസി ഓഫ് എ ഡിമോളിഷൻ എന്ന് പറഞ്ഞാൽ ഡിമോളിഷ് ചെയ്യപ്പെട്ടത് ക്ഷേത്രമല്ല എന്ന് തന്നെയാണ് കോടതി പറയുന്നത്. അവിടെ ക്ഷേത്രമുണ്ടോ ഇല്ലയോ എന്നത് കോടതിയുടെ പ്രശ്നമേ അല്ല. അന്ന് നടന്ന പ്രവർത്തനം വിധ്വംസാത്മകമായ ഒരു പ്രവർത്തനമാണ്. ആ ഒരു വിധ്വംസാത്മക പ്രവർത്തനത്തിനാണല്ലോ കോൺസ്പിറസി വരിക. ആ കോൺസ്പിറസി വിചാരണ ചെയ്യപ്പെടണം. കോടതിയുടെ ഭാഗത്ത് കറക്റ്റാ. അതുകൊണ്ടൊന്നും കാര്യങ്ങൾ ഇവിടെ അങ്ങനെയൊന്നും ആകണമെന്നില്ല. ആ വിചാരണയ്ക്ക് വിധേയമാകേണ്ടി വരുന്നു. അത് താങ്കളുടെ പൗരബോധം അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് വിചാരണ നേരിടേണ്ടി വരുന്നു എന്നത് 25 വർഷത്തെ നുണപ്രചരണങ്ങൾക്ക് യാഥാർത്ഥ്യങ്ങളെ മറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായും നുണപ്രചരണങ്ങൾ രാജേഷിന്റെ പാർട്ടിക്ക് ഇനിയും ധാരാളം നുണകൾ വിരിയിക്കേണ്ടി വരും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ മറച്ചെടുക്കാൻ. എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ 25 വർഷങ്ങൾക്ക് മുമ്പ് സത്യത്തിൽ മൈ കൺട്രി മൈ ലൈഫ് എന്ന് പറഞ്ഞൊരു പുസ്തകം ആത്മകഥ അദ്വാനി എഴുതിയിട്ടുണ്ട്. അതിന് അദ്ദേഹം പറയുന്നത് ഈ അയോധ്യയിലെ മന്ദിർ ഡിമോളിഷൻ, ആ ഡിമോളിഷൻ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിരുന്നല്ലോ രഥയാത്ര. ആ രഥയാത്ര വളരെ വളരെ എന്താ പറയുക യാദൃശ്യമായി സംഭവിച്ചൊരു കാര്യമായിരുന്നു. അജിം ഷാദ പുസ്തകത്തിൽ പറയുന്ന പോലെ ആണെങ്കിൽ ദില്ലിയിൽ ഉള്ള ഒരു ചെറിയ ഭാഗത്ത് ഒരു രഥയാത്ര നടത്താനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അതിനപ്പുറം ഒന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ നടക്കാൻ പോയ ഒരു സന്ദർഭത്തിൽ പ്രമോദ് മഹാജൻ, അദ്ദേഹമായിരുന്നു അന്നത്തെ അമിത്ഷാ എന്ന് വേണമെങ്കിൽ പറയാം, ചെറുപ്പക്കാരനായ നേതാവ്, പുതിയ ജനറേഷന്റെ നേതാവ്. പക്ഷെ അമിത്ഷായെ മാതിരിയൊന്നും പവർ ക്രേസി ഒന്നും അല്ല അദ്ദേഹം. ഏതായാലും ഈ പ്രമോദ് മഹാജൻ ഇങ്ങനെ സംസാരിച്ചപ്പം നമുക്ക് എന്തുകൊണ്ടത് അഖിലേന്ത്യാ നിലവാരത്തിലുള്ള ഒരു ആക്ടിവിറ്റി ആയിക്കൂടാ. ആ അർത്ഥത്തിൽ അതിനുശേഷമാണ് ആ പുതിയ ജനറേഷനാണ് ആ സാധ്യത കണ്ടുപിടിച്ചത്. അദ്വാനിക്കോ പിന്നെ വാജ്പേയിക്കോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞതല്ലത്. അതിലൂടെയാണ് ഒരുപക്ഷെ എന്താ പറയുക ആ രഥയാത്ര കടന്നുപോയ രക്തച്ചാലുകളിലാണ് സത്യത്തിൽ BJPയുടെ ആ വളർച്ചയുടെ അന്തരീക്ഷം രൂപപ്പെട്ടത്. ആ ഒരു ഏറ്റുമുട്ടലായിരുന്നു. അങ്ങനെ ഉണ്ടായ അങ്ങനെ 2 ഘട്ടങ്ങളിലായി BJPയെ വളർത്തിയെടുത്ത നേതാവ് രണ്ടിടത്തും അദ്വാനിയാണ്. വാജ്പേയി ഉണ്ടായിരുന്നില്ല. 2 സ്ഥലങ്ങളും വാജ്പേയി ഉണ്ടായിരുന്നില്ല. സീനിയർ നേതാവ് നിലയ്ക്ക് അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം ഒരു വിഗ്രഹമായിരുന്നു. സത്യത്തിൽ ആ വിഗ്രഹം എടുത്തു വെച്ച എടുപ്പ് അദ്വാനിയായിരുന്നു. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 2 ഘട്ടങ്ങളിലും മുന്നിൽ നിന്നയാൾ ഇപ്പോഴെവിടെ? വിചാരണ കോടതിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ പശുവിനെ രക്ഷിക്കാൻ പോലും നടക്കാതിരുന്നയാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തീരുകയും ചെയ്യുന്ന അങ്ങേയറ്റം അപഹാസ്യമായ ഒരവസ്ഥ. ചരിത്രം പറയുമ്പോൾ അദ്ദേഹം അദ്വാനിയായിരുന്നു വരേണ്ടിയിരുന്നത്. ആ അർത്ഥത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാ എനിക്ക് മനസ്സിലാകാത്തത്. യഥാർത്ഥത്തിൽ ഏത് സമരങ്ങളെ മുൻനിർത്തിയാണോ മോദി ഇപ്പോൾ അധികാരത്തിലേക്ക് ഏകശാസന സ്വഭാവത്തോടു കൂടി അധികാരത്തിലേക്ക് ഉയർന്നിരിക്കുന്നത്, അതിനുവേണ്ടി പണിയെടുത്തവർ ഇനി ലക്നൌവിലെ കോടതിയുടെ വിചാരണ കൂട്ടിൽ ഇതിനു വേണ്ടി നിൽക്കേണ്ടി ചോദ്യം ചെയ്യപ്പെടുന്നത് BJPയുടെ ഈ രാഷ്ട്രീയം തന്നെയല്ലേ? അല്ല, അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയം പടുത്തുയർത്തിയവരല്ലേ? അല്ല, അതാണ് ഞാൻ പറയുന്നത്. ഇത് എങ്ങനെയൊക്കെ ആണെങ്കിലും സംഭവിച്ച ഇതാണല്ലോ. ആ അർത്ഥത്തിലാണ് ഇപ്പോൾ
ഇന്ത്യൻ രാഷ്ട്രീയം എത്തി നിൽക്കുന്നത്. അത്രത്തോളം ഉപകാര സ്മരണയില്ലാത്ത അവസ്ഥയിലാണ് അദ്വാനി എത്തിച്ചേർന്നിരിക്കുന്നത്. ദയനീയമാണ് അദ്ദേഹത്തിൻ്റെ ഈ പതനത്തിൻ്റെ അവസ്ഥ. അതാണ് ഒന്ന്. മറ്റൊന്ന് ഫസൽ ഗഫൂർ പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ പറയുന്നത് രാഷ്ട്രീയ പ്രയോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നോക്കിക്കാണുന്ന രാഷ്ട്രീയമല്ല. ഞാനും അദ്ദേഹം പറഞ്ഞതുമാതിരി അയോധ്യയിൽ പോയിട്ടുണ്ട്, ഒരു തവണയേ പോയിട്ടുള്ളൂ. അതിനകത്ത് ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ, അത് ശരിക്കും വികാരങ്ങളാണ്, സന്യാസി വികാരങ്ങൾ മാത്രമുള്ള സ്ഥലമാണ്. ബഹുജനപരം പോലുമല്ല അജിം ഷാദെ ആ സ്ഥലം. അങ്ങേയറ്റം വിജനമായ സ്ഥലങ്ങളാണ് അതൊക്കെ. അതൊക്കെ പിന്നീടാണ് ഈ സമരങ്ങളിലൂടെയാണ് വളർന്നു വന്നത്. ഞാൻ പറയുന്നത് ഇതിനെയൊക്കെ സംബന്ധിച്ച് ഇപ്പോൾ വരുന്ന കോടതിയും മറ്റതും മറിച്ചതുമൊക്കെ ഏകപക്ഷീയമായി മോദി രാഷ്ട്രീയത്തിന് മുൻകൈ കൊടുക്കുന്നതെന്ന് ഞാൻ കരുതത്തില്ല. അതിന് കാരണം രാഷ്ട്രീയ പ്രയോഗവുമായി നോക്കിക്കാണലും ഫസൽ ഗഫൂർ കൃത്യമായി നോക്കിക്കാണുന്നയാളാണ്, പ്രയോഗത്തിൽ നിൽക്കുന്നയാളല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അശുഭചിന്ത ഉണ്ടാകാം. കാരണം ഒരു രാഷ്ട്രീയത്തിൻ്റെ സഞ്ചാരഗതി യാഥാർത്ഥ്യങ്ങളെ നേരിടുക എന്നതാണ്. കൺഫ്രണ്ടിങ് ദി റിയാലിറ്റി, അതാണ് പോളിറ്റിക്സ്. കോൺക്രീറ്റ് ആയ ആക്ടിവിറ്റിയാണ്. ആ നിലയ്ക്ക് ഇത്തരം സംഭവഗതികൾ, അത് പശുവാകട്ടെ, അത് രാജേഷ് പറഞ്ഞ ദേഷ്യം പിടിക്കും, ഞാൻ പറയുന്നില്ല, മറിച്ച് മന്ദിറാകട്ടെ, ഇപ്പോൾ വന്നിരിക്കുന്ന കോടതി വിധിയാകട്ടെ, ഇതൊക്കെ തന്നെ ജനാധിപത്യം ഇന്ത്യയിൽ അഭിമുഖീകരിക്കേണ്ട രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളാണ്. ആ യാഥാർത്ഥ്യങ്ങളെ രാഷ്ട്രീയ ജനാധിപത്യ ചേരി അഭിമുഖീകരിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. അതുകൊണ്ട് ഇതിന് സംഭവിച്ചിരിക്കുന്നത് ഇത് മോദിക്കൊരു വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല, മറിച്ച് പഴയ തലമുറ വിസ്മൃതമാകുന്നതിനുള്ള കാരണമായി ഇത് മാറിയിരിക്കുന്നത് കൊണ്ട് അത്രത്തോളം ഗുണം മോദിക്ക് അത് നൽകും. സത്യത്തിൽ BJP-യിലൊരു വിഭജനമാണ് ഇത് വരുത്താൻ പോകുന്നത്. തീർച്ചയായും ശ്രീ രാജേഷ്, താങ്കൾക്ക് മറുപടി അറിയാം. ഒപ്പം രാമക്ഷേത്രം പണിയും എന്ന നിങ്ങളുടെ പ്രഖ്യാപനത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഈ കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് അതിനെ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കുക? ഉമാഭാരതി അടക്കമുള്ളവർ, താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ ട്രയലാണ്, അങ്ങനെയാണെങ്കിൽ വിചാരണയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഉമാഭാരതിക്ക് ആ സ്ഥാനത്ത് തുടരാനാകുമോ? കല്യാൺ സിംഗിന് ഗവർണറായി തുടരാനാകുമോ? ഇത്തരം ഭരണഘടനാ സ്ഥാപനങ്ങൾ വഹിക്കുന്നവരുടെ നിലപാട് എന്ത് BJP-യുടേത്? ശ്രീ VV രാജേഷ്. സുരേന്ദ്ര ബാബുവിനും ഫസൽ ഗഫൂറിനും മറുപടിയും പറയാം. എല്ലാം കൂടെ ഒരു മണിക്കൂർ വേണ്ടി വരും. ഇവിടെ ഒന്നും ഈ ചർച്ച ചെയ്യുന്ന അയോധ്യയുമായി ബന്ധപ്പെട്ട് ഇന്ന് വിചാരണ കോടതിയുടെ വിധിയാണ് വച്ചത്. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ പാനലിസ്റ്റുകളൊക്കെ ആദ്യത്തെ 1-2 പോയിന്റുകൾ പറഞ്ഞ് അത് വിട്ടു. ഇപ്പം BJP-ക്കകത്ത് LK അദ്വാനിയുടെയും അടൽ ബിഹാരി വാജ്പേയിയുടെയും അവസ്ഥ ഓർത്തുകൊണ്ട് അതിൽ പരിതപിക്കുന്ന ഒരവസ്ഥ നേരെ അല്ലല്ല, എൻ്റെ സഹനശക്തിയൊക്കെ അവിടെ ഇരുന്നോട്ടെ. ഇപ്പോൾ BJP-ക്കകത്തുള്ള സംഘടനാ ശാസ്ത്രം ചർച്ച ചെയ്യുന്ന ഒരു പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക്, അതായത് ഇന്നത്തെ കോടതി വിധിയെക്കുറിച്ച് ചർച്ച ചെയ്യുവാനുള്ള മനക്കരുത്തില്ല. അത് ഞാൻ 1-2 പോയിന്റ്സ് വെച്ചതോടുകൂടി വി ആർ റെഡി ടു ഫേസ് ദ ട്രയൽ എന്ന് ഞാൻ പറഞ്ഞതോടുകൂടി ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ സാർ. ഭാസ്കരേന്ദ്ര ബാബു സാർ അദ്ദേഹം ഇത് പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വ്യക്തികൾക്ക് അധികാരം കിട്ടുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ്, ഒരു പിന്നോക്ക പോക്കിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അദ്വാനിക്ക് അധികാരം കിട്ടിയില്ല, മോഡിക്ക് അധികാരം കിട്ടി, വാജ്പേയി പോയി പുറത്തു പോയി, ജോഷിക്ക് അധികാരമില്ല, ഇത് VS അച്യുതാനന്ദന് അധികാരം കിട്ടുന്നു, പിണറായി വിജയൻ അധികാരം കിട്ടുന്നു. അധികാരത്തിന് വേണ്ടി മാത്രം VS-ന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ റോഡ് ഇറങ്ങി പ്രകടനം നടത്തുന്നു. പിണറായി VS-നെ ഈ ഒരു രാഷ്ട്രീയത്തിൻ്റെ മാത്രം ഭാഗമായിരുന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. LK അദ്വാനിയും അടൽ ബിഹാരി വാജ്പേയിയും മുന്നിൽ നിന്നുകൊണ്ട് നയിച്ച ഈ പ്രത്യയശാസ്ത്രം ഉണ്ടല്ലോ, ഈ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം, ഞങ്ങൾ നടത്തുന്ന ഈ കൾച്ചറൽ നാഷണലിസത്തിന് വേണ്ടിയുള്ള ഈ പ്രവർത്തനം, അതിനു വേണ്ടി ജീവിതം മാറ്റിവെച്ചിട്ടുള്ള അദ്വാനിജി വാജ്പേയി മാത്രമാണ്. KT ജയകൃഷ്ണ മാസ്റ്റർ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടാണ് മരണപ്പെട്ടത്. തലശ്ശേരിയിൽ മനോജ് കൊല്ലപ്പെട്ടത് ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിയോ മന്ത്രിയോ ആയിട്ടാണോ, പാർട്ടിയുടെ പ്രസിഡന്റോ സെക്രട്ടറി ആയിട്ടാണോ? ഒന്നല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ലക്ഷക്കണക്കിന് ആൾക്കാർ ജീവിതം കൊടുത്തു കൊണ്ടുവരുന്ന ഒരു മുന്നേറ്റമാണ്. അതിൽ ചിലരൊക്കെ തന്നെ അതിൻ്റെ ഫേസായി ചില സ്ഥാനങ്ങളിലെത്തും. നിങ്ങൾ കരുതുന്നുണ്ടോ ഇന്ത്യ മഹാരാജ്യം ഉള്ളിടത്തോളം കാലം മുഴുവനും അമിത്ഷായും നരേന്ദ്രമോദിയായിരിക്കും ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുവന്ന്? LK അദ്വാനിജി ഒരു സമയത്ത് BJP പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നിൽ കണ്ടിരുന്നു, ഉപപ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി. ഞങ്ങളുടെ ഈ മുന്നേറ്റത്തിന് ഇവരൊക്കെ ഇപ്പോൾ അദ്വാനിജിയെ കുറിച്ച് പറയുന്നല്ലോ. ആ കാലഘട്ടത്തിൽ 80-കളിലും 90-കളിലും പറഞ്ഞിരുന്ന കാര്യം നമുക്കറിയാം. ഇവരൊക്കെ പറയുന്നതിനേക്കാൾ ആയിരക്കണക്കിന് മടങ്ങ് ആ മുന്നേറ്റത്തെ വളർത്തിയതിൽ പ്രമുഖൻ തന്നെയാണ് LK അദ്വാനിജി. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയാണ് അദ്വാനിജിയെ ഈ ഭൂമിയിലേക്ക് പ്രസവിച്ചിട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ സാധിക്കില്ല. അദ്ദേഹം ഒരു സമയത്ത് അടൽജിയായിരുന്നു ഇതിന്റെ മുന്നേറ്റം. ഇന്ന് അമിത്ഷായും നരേന്ദ്രമോദി അദ്വാനി പ്രസംഗത്തിൽ അദ്വാനി പൊട്ടിക്കരഞ്ഞത്. എന്റെ അജിംഷാദെ
അദ്വാനിയുടെ പ്രതികരണങ്ങളൊക്കെ അല്ലല്ല, ഞാൻ- അധികാരത്തിന് ഞാൻ- വേണ്ടിയല്ല അല്ല, അജിം ഷാദ്, എന്ന് വി രാജേഷ് പറയുമ്പോൾ അജിം ഷാദ് ചരിത്രം അറിയാവുന്ന അജിം ഷാദ് ഓർമ്മശക്തിയെ പരിഹസിക്കുകയാണ്. അതായത് റിപ്പോർട്ട് ഉയർത്തിയ ഒരു വലിയ അന്തരീക്ഷത്തിനെതിരെ രഥയാത്ര ഉയർത്തിയ അന്തരീക്ഷം അതെന്തിനായിരുന്നു? അധികാരത്തിന് വേണ്ടിയായിരുന്നു. ജവഹർലാൽ നെഹ്റു, ഗുൽസാരിലാൽ നന്ദ, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, വി പി സിംഗ്, ചന്ദ്രശേഖർ ദേവഗൌഡ ഇത്തരം ആൾക്കാരൊക്കെ ഉയർത്തിയിരുന്ന മുദ്രാവാക്യങ്ങൾ എന്തായിരുന്നു? ഗരീബ് ഹട്ടാവോ, എന്താണ് ദാരിദ്ര്യം. അല്ല, ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ പറയണം. അജിം ഷാദ് വ്യക്തമായിട്ടുള്ള ഒരു CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ നിലവാരത്തിലേക്ക് തരം താഴ്ന്നുകൊണ്ടാണ് ചർച്ച നടത്തുന്നത്. അല്ല, എനിക്ക് നിങ്ങൾ ചോദ്യം ചോദിച്ചിട്ട് നിങ്ങളുടെ സംശയം ചോദിച്ചാൽ നിങ്ങൾ നിർത്തൂ. നിങ്ങൾ സംശയം ചോദിച്ചാൽ അവിടെ നിർത്തൂ. അല്ലല്ല, നിങ്ങളുടെ സംശയം അധികാരത്തിന് വേണ്ടിയല്ല എന്ന് ഞാൻ പറഞ്ഞോട്ടെ. അതായത് ജയപ്രകാശ് നാരായണനും ലോഹിയും അടക്കമുള്ളവർക്ക് മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ബീഫും ബാബറിയും അധികാരത്തിന് വേണ്ടിയായിരുന്നു. എന്റെ സുഹൃത്തെ, താങ്കളുടെ ചോദ്യം മനസ്സിലായി. താങ്കളുടെ ചോദ്യം മനസ്സിലായി. താങ്കൾ എന്നെ തടസ്സപ്പെടുത്താൻ വേണ്ടി താങ്കളുടെ ആങ്കർ എന്നുള്ള അധികാരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ചർച്ച മാനിക്കുന്നു? അങ്ങനെയാണല്ലോ. താങ്കൾ ഫസൽ ഗഫൂറും ഭാസുരേന്ദ്ര ബാബുവും പറഞ്ഞപ്പോ പ്രൊമോട്ട് ചെയ്യായിരുന്നല്ലോ. അതിനുശേഷം എന്റെ മെക്കിട്ട് കയറുന്ന ചർച്ചയിൽ ഒരു നല്ല രീതിയൊന്നുമില്ല. താങ്കൾ അവിടെ ഇരിക്കൂ. അദ്വാനിജിക്ക് അധികാരമോഹം ഉണ്ടെന്ന് സ്ഥാപിക്കാനുള്ള താങ്കളുടെ വ്യഗ്രതയുണ്ടല്ലോ, അവിടെ ഇരിക്കും. ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറയാം. പരിവാർ ബാബറി മസ്ജിദിനെ ഉയർത്തിയ രാഷ്ട്രീയത്തിന്റെ അധികാരമോഹം, അതാണ് ശ്രീ ചൂണ്ടിക്കാണിച്ചത്. അതിനെ അധികാരമായി മാത്രമാണ് പരിവാർ നിൽക്കുന്നത് എന്ന് കണ്ട് വലിയ വിശുദ്ധി ചരിത്രം. നിങ്ങളുടെ സംഘടന ഇന്ത്യൻ ജനാധിപത്യത്തെ ചവിറ്റുകൊട്ടയിലേക്ക് CPM-നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ ജനങ്ങൾ ചവിട്ടി എറിയുമ്പോൾ ഞങ്ങളുടെ സംഘടനയെ നെഞ്ചേറ്റിലാളിക്കുക. അത് താങ്കളാ പറയേണ്ടത്. CPM-ന്റെ വക്താവായി ചർച്ച ചെയ്യുന്നത് താങ്കളാ പറയേണ്ടത്. അല്ല, ഞാൻ പറയട്ടെ, ഇന്ത്യൻ ജനാധിപത്യം, എന്റെ ധാരണയൊക്കെ ശരി തന്നെയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഡോക്ടർ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇന്ത്യൻ ജനാധിപത്യത്തിൽ, ജനാധിപത്യ രാഷ്ട്രീയത്തിൽ, ജനാധിപത്യ ഭരണക്രമത്തിൽ അധികാരം പിടിക്കുക എന്നുള്ള പ്രധാന ഘടകം തന്നെയാണ്. അതിന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി രൂപം കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ അധികാരം ഊർജ്ജമായതാണ് ബാബറി മസ്ജിദും അദ്വാനിയും. ഞാൻ നിഷേധിച്ചിട്ടൊന്നുമില്ല. 1980 ശേഷം ഞങ്ങൾ ഈ BJP ആവിഷ്കരിച്ചിട്ടുള്ള എല്ലാ പദ്ധതികളും സംസ്ഥാനങ്ങളിലും പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും രാജ്യത്തിലും അധികാരത്തിലേറുക എന്നുള്ളതിലൂടെ തന്നെയാണ്. മറ്റൊന്ന്, കോടതി വിധികൾ, ഞങ്ങൾക്കെതിരായിട്ട് വരുന്ന കോടതി വിധികൾ, ആ കോടതി വിധികളെ പോലും മാനിച്ചുകൊണ്ട് ട്രയൽ ഫേസ് ചെയ്തുകൊണ്ട് രാഷ്ട്രീയ അന്തരീക്ഷം ഞങ്ങൾക്ക് അനുകൂലമായിട്ട് സൃഷ്ടിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. നിങ്ങൾ എതിർത്തോളൂ, നിങ്ങൾ പ്രതിരോധിച്ചോളൂ. ഈ ചർച്ചയിൽ ഞാൻ വന്നിരിക്കുമ്പോൾ കൈരളി പീപ്പിൾ ചാനൽ എനിക്കെതിരായ വാദഗതികൾ ഉന്നയിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വരുന്നത്. അങ്ങനെ വന്നിരുന്നു കൊണ്ട്, അങ്ങനെ നിങ്ങളെ നിഷ്പക്ഷതയൊക്കെ അവിടെ ഇരിക്കട്ടെ, അങ്ങനെ വന്നിരുന്നു കൊണ്ട് അനുകൂലമാക്കാൻ ഞാൻ ശ്രമിക്കും. അതെന്റെ റൈറ്റാണ്. ആകാതെ ഇരിക്കുന്നവരുടെ ചോദ്യങ്ങളുടെ പ്രതിനിധീകരണമാണ്. അല്ല, നിങ്ങൾ അനുകൂലവും പ്രതികൂലവുമായ നിങ്ങൾ ഭാസുരേന്ദ്ര ബാബുവിനോടും അല്ലല്ല, നിങ്ങൾ അവരോട് രണ്ടോടും നിങ്ങൾ പൊളിറ്റീഷ്യനാണ്, നിങ്ങളെയാണ് പ്രതിരോധിക്കാനുള്ളത്, തർക്കം. അല്ല, ഞാൻ അല്ലല്ല, അവരോട് രണ്ടുപേരും പുലർത്താവുന്ന മാന്യത എന്നോട് കാണിക്കാത്ത. ശ്രീ ഫസൽ ഗഫൂർ, ചോദ്യങ്ങളില്ല, താങ്കൾക്ക് പറയാം. ഇവിടെ ഉയർന്ന പല കാര്യങ്ങളിലും താങ്കൾ കൈ ഉയർത്തിയിരുന്നു. പറയാം, പ്രതികരിക്കാം. അല്ല, ആദ്യത്തിൽ ഒരു രാഷ്ട്രീയമുണ്ടെന്ന് രാജേഷ് പറഞ്ഞല്ലോ. ഞാൻ ആ രാഷ്ട്രീയം കൂടെ പറഞ്ഞുതരാം. രാജേഷ് വിചാരിക്കുന്ന മാതിരിയൊന്നും ഉത്തർപ്രദേശിലെ ജനങ്ങളെ വർഗീയവൽക്കരിച്ച് അവിടെ ജയിക്കാൻ പറ്റില്ല. ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തന്നെ ഫൈസാബാദ് എന്നുള്ള നിയോജകമണ്ഡലം, അവിടെയുള്ള ലോകസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ 5 നിയോജകമണ്ഡലത്തിൽ അയോധ്യ ഒരൊറ്റ നിയോജകമണ്ഡലത്തിൽ 10,000 വോട്ടിന് മാത്രമാണ് BJP ജയിച്ചിരിക്കുന്നത്. അതേമാതിരി തന്നെയാണ് ഗോരഖ്പൂർ, അത് യോഗി ആദിത്യനാഥിൻ്റെ. അവിടെ SP-യും BSP-യും കൂടെ ചേരുകയാണെങ്കിൽ ഇവിടെ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും അവരാണ് ജയിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ വിഭാഗീയത ഉണ്ടാക്കിയിട്ടുള്ളത് 30% മാത്രമല്ലേ വോട്ട് കിട്ടിയിട്ടുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഇതിനുള്ള മാൻഡേറ്റ് ഉണ്ട് എന്ന് പറയുന്നത് ശരിയല്ല. എനിക്ക് രാജേഷിനോട് ഒരു അഭിപ്രായം പറയാനുണ്ട്. രാജേഷ് കേരളത്തിലാണുള്ളത്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ താല്പര്യമില്ല. നിങ്ങളിപ്പോൾ ഒരു വലിയ പ്രയാസത്തിലാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഏതോ വിവരമില്ലാത്ത ആദിത്യനാഥോ അല്ലെങ്കിൽ വിവരമില്ലാത്ത സാധ്വി പ്രാച്ചിയോ അവരെല്ലാവരും പറയുന്ന ഭ്രാന്തിനൊക്കെ നിങ്ങൾ TV ചാനലിൽ വന്നിരുന്നിട്ട് മാന്യന്മാരെല്ലാം നമ്മളെല്ലാവരും കൂടെ ഇരിക്കുന്ന ഒരു തർക്കമില്ലാത്ത ഒരു സ്ഥലത്ത് വന്ന് നിങ്ങളൊരു ഡിഫൻസിൽ പോവുകയാണ്. അതിലിപ്പോൾ അജിംഷദിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. രാജേഷ് ഇതിന് അനുകൂലമല്ല എന്നും രാജേഷ് അടക്കം ബീഫ് കഴിക്കുന്നുണ്ടാവുമെന്നും
ഞാൻ വിശ്വസിക്കുന്നു. ഒരു മലയാളി എന്നുള്ള അതിൽ രാജേഷ് കുടുങ്ങി. ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് കേരളത്തിൽ അതിന്റെ നേതാക്കന്മാർ ഏറ്റവും വലിയൊരു സംഘർഷാവസ്ഥയിൽ പെട്ടിടക്കാണ്. കാരണം ഒരു ചാനലിൽ, ഈ നമ്മുടെ ചാനലിൽ മാത്രം, കൈരളി അല്ലല്ലോ, അശ്വിൻ ഷാ മാത്രമല്ലോ, വിനു ആയാലും വേണു ആയാലും എല്ലാവരോടും പ്രതിരോധത്തിലാണ് ഇവർ. എന്തായാലും ഇവർ വലിയ പ്രതിരോധത്തിലാണ്. അത് ഉയർത്തിയ വലിയൊരു അന്തരീക്ഷമുണ്ട്. അതായത് ഞാൻ നേരത്തെ ചോദിച്ചത് അതാണ്. അതായത് ജയപ്രകാശ് നാരായണനും ലോഹിയും അടക്കമുള്ള ജനതാ പരിവാറിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഒരു പറച്ചിലുണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റുവും ഗുൽസാരിലാനന്ദയ്ക്കും ഇന്ദിരാഗാന്ധിക്കും ചരൺ സിംഗിനും ഒക്കെ അവരുടേതായ ചോദ്യമുണ്ടായിരുന്നു, VP സിംഗിനും അവരുടേതായ ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ BJP ഉയർത്തുന്ന ചോദ്യം എന്നത് RSSന്റെയോ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയോ നിലവാരത്തിലേക്ക് താഴുന്നു എന്നതാണ്. ബീഫ്, ബാബറി മസ്ജിദ്, ഇതൊരു ഇന്ത്യയെപ്പോലെ മഹാരാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന അന്തസ്സുള്ള ഒരു രാഷ്ട്രീയ കക്ഷിക്ക് യോജിച്ചതല്ല എന്ന കാര്യം കൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട്. ശ്രീ ഫസൽ ഗഫൂർ പറഞ്ഞതിന് അതിന് നിസ്സാരമായി തള്ളിക്കളയാനാകില്ല. ഒരു ദാർശനികതയുണ്ട്. RSSന്റെ നിലവാരം താഴാണെന്ന് താങ്കൾ ഏത് ഗവേഷണത്തിലാണ് കണ്ടുപിടിച്ചത്? ബീഫ് ഇഷ്യൂ RSSോ വിശ്വ ഹിന്ദു പരിഷത്തോ പറയുന്നതല്ലോ, നിങ്ങൾ പറയുന്നതല്ലേ. ബീഫ് ഇഷ്ടമുള്ളവർക്ക് ബീഫ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് വാങ്ങി കഴിക്കാം. അത് നിങ്ങൾ പറയുന്നതല്ലേ, ഞങ്ങളാരും അത് പറയുന്നില്ലോ. ഇവിടെ ഡോക്ടർ ഫസൽ ഗഫൂർ നേരത്തെ ഒരു പ്ലാസ്റ്റിക് വിഗ്രഹത്തിന്റെ കാര്യം പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തെ പോലുള്ള ആരെങ്കിലും പോയപ്പോഴേക്കും അവിടെ കൊണ്ടുവച്ചതായിരിക്കും. എന്തായാലും KK മുഹമ്മദ് എന്ന് പറയുന്ന ലോക പ്രശസ്തനായ ഒരു ആർക്കിയോളജിസ്റ്റ് ഉള്ളതിനെ കുറിച്ച് എന്നെക്കാൾ കൂടുതൽ അങ്ങേക്ക് അറിയാമായിരിക്കുമല്ലോ. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ടല്ലോ, ഞാൻ ഭാരതീയൻ എന്നുള്ള പുസ്തകത്തിൽ, ഞാൻ ഭാരതീയൻ എന്ന പുസ്തകത്തിൽ KK മുഹമ്മദ് എഴുതിയ ആ പുസ്തകത്തിലെ ഓരോ പേജുകളൊന്ന് മനസ്സിരുത്തി വായിച്ചാൽ അതിന്റെ ചരിത്രവും അതിന്റെ പുരാണവും അവിടുത്തെ വിഗ്രഹങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാവും. നമുക്ക് അത് മുഴുവൻ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി നേരമില്ല. ഇനി താങ്കൾ KK മുഹമ്മദിനെ വരെ വലവീശി പിടിച്ചു എന്നാണോ താങ്കൾ പറഞ്ഞത്? അത് അല്ല, വളഞ്ഞു മാത്രമേ ചിന്തിക്കുകയുള്ളൂ എന്ന് പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനൊരു കാര്യം, ആർക്കിയോളജിസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞോട്ടെ. നല്ല ആർക്കിയോളജിസ്റ്റ് അല്ല എന്ന് പറയാനുള്ള മാനദണ്ഡം അങ്ങയുടെ കയ്യിലുണ്ടോ? അങ്ങ് പറയുന്നവർ മാത്രമേ നല്ല ആർക്കിയോളജിസ്റ്റ്. പിന്നെന്താ? ഒരു സാധനം കണ്ടെത്തുന്നു, അതാണ് ആർക്കിയോളജിയുടെ പ്രാധാന്യം. അതിനെ സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ വെച്ച് അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞ കഴിയില്ല എന്ന് നമുക്ക് അങ്ങനെ വിലയിരുത്താൻ സാധിക്കും. അതാണ് ആധുനിക ആർക്കിയോളജിക്കൽ ചരിത്രം. അതാണ് അദ്ദേഹം മികച്ച ആർക്കിയോളജിസ്റ്റ് അല്ല. ഞാൻ പറഞ്ഞു തരുന്നില്ല. ഇവിടെ ഫസൽ ഗഫൂർ ഇവിടെ അദ്ദേഹം ഒന്നുണ്ട് വാക്കുകൾ വിവരമില്ലാത്ത എന്താ ആദ്യത്തെ, ഞാൻ അതൊന്നും മറുപടി തരുന്നില്ല. കാരണം അതൊന്നും മറുപടി പറയേണ്ട അതേ പറയട്ടെ, അത് അദ്ദേഹത്തിന്റെ വ്യൂ ആണ്. എന്തായാലും ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണല്ലോ. 26ാമത്തെ വയസ്സ് മുതൽ അവിടുത്തെ MP ആണല്ലോ. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പിന്തുണയുള്ള വ്യക്തിയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് വിവരം ഉണ്ടോ ഇല്ലേ എന്നുള്ള അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കില്ലേ. മറ്റൊന്ന്, ഞങ്ങൾ ഒരിക്കലും ഒരു പ്രതിരോധത്തിലുമല്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങുമ്പോൾ എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളും ഫേസ് ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കി ജനഹൃദയങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. തീർച്ചയായും അതിൽ ക്ലാരിറ്റി ഉണ്ട്. അത് സംഘപരിവാറിന്റെ രാഷ്ട്രീയമാണെന്ന് പറയാനുള്ള ഇച്ഛാശക്തിയും ആത്മധൈര്യവും VV രാജേഷ് കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എതിർക്കാം ശ്രീ ബാസിനേന്ദ്രബാബു. പക്ഷേ ഒരു കാര്യം VV രാജേഷ് ചൂണ്ടിക്കാണിച്ചു. വളരെ ചുരുങ്ങിയ സമയത്തിൽ അതിനോട് മറുപടി പറഞ്ഞ് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ജനാധിപത്യത്തിന്റെ വിജയം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജനാധിപത്യത്തെ ഈ വോട്ട് പ്രക്രിയ മാത്രമാക്കി ഒതുക്കുകയും ജുഡീഷ്യറിയെ ജനാധിപത്യത്തിന് പുറത്ത് കാണുകയും ചെയ്യുന്നത് താങ്കളൊക്കെ നിരീക്ഷിക്കുന്നത് പോലെ അത് അത്തരം ഒരു ഫാസിസ്റ്റ് പ്രവണതയുടെ പ്രതിഫലനമാണോ? എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഫസൽ ഗഫൂർ പറഞ്ഞത് പല ഘട്ടങ്ങളിലും പിന്നോക്കം നിൽക്കുന്ന ആശയത്തിന്റെ പ്രതിനിധികളായി വരുമ്പോൾ കേരളത്തിൽ അവർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവിടെയൊക്കെ അവർ പറയുന്നത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചല്ലോ എന്നാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കൽ മാത്രമാണ് ജനാധിപത്യവാദിയാകുന്നതിന്റെ ലക്ഷണം എന്നവർ അത് ഒരു തെറ്റായ ഒരു സിഗ്നിഫയർ ആണ്. അത് പോട്ടെ, ഞാൻ പറയുന്നത് ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? ഇവര് ഇതിന്റെ ജുഡീഷ്യറി ഇപ്പം മുന്നോട്ട് വെച്ചിരിക്കുന്ന വിചാരണ ക്രമങ്ങളെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഉമാഭാരതിയൊക്കെ നേരിടുമല്ലോ. നേരിടുന്ന സമയത്ത് ആ പാർട്ടിയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്, രീതിയിൽ അദ്വാനി വിചാരണ നേരിടുകയും മോദിയെ പോലെയുള്ള ആളുകൾ അധികാരത്തിൽ എത്തുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു വൈരുദ്ധ്യം അവിടെ രൂപം കൊള്ളും. ആ വൈരുദ്ധ്യം ഒരുപക്ഷെ വളരാം. ഞാൻ പറയുന്നത് UPAയുടെ 1-2 ഘട്ടങ്ങളിൽ ഉണ്ടായ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം ഗ്രാമീണ തൊഴിൽദാന പദ്ധതി, എല്ലാവർക്കും ഭക്ഷണ പദ്ധതി, അതുപോലെ 3 വർഷം കൊണ്ട് ഒരു പദ്ധതി സാധാരണക്കാർക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്നത് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നു എന്ന് രാജേഷിന് നെഞ്ചത്ത് കൈവച്ച് ആത്മാഭിമാനത്തോടെ പറയാവുന്ന ഒരൊറ്റ പദ്ധതിയില്ല ഈ 3 വർഷം. അതാണ് സമീപനത്തിന്റെ പ്രശ്നമാണ്. ആ സമീപനവും ഇപ്പോൾ അദ്വാനിയുടെ മനസ്സിലൊക്കെ ഇരമ്പുന്ന ഓർമ്മകളുടെ ഉള്ളിൽ ഇരമ്പിക്കൊണ്ടിരിക്കുന്ന ആ സമുദ്രമുണ്ടല്ലോ, അതിന്റെ വ്യാപനവും ഒക്കെ ചേർന്ന്
പുതിയൊരു രാഷ്ട്രീയ ആശയം രൂപം കൊള്ളുന്നതിൻ്റെ മൂശയായി സത്യത്തിൽ ഈ വിചാരണ മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും സമയപരിമിതി ഉള്ളതുകൊണ്ട് പ്ലീസ് താങ്കൾക്ക് മറുപടി തരാനാകുന്നില്ല, അനീതിയായി കാണരുത്. തീർച്ചയായും ചർച്ചയിൽ ഫുൾ സ്റ്റോപ്പ് ഇടുന്നില്ല. ചർച്ച ജനങ്ങൾക്ക് മുമ്പിലേക്ക്. വീണ്ടും ബാബറി പള്ളി ഉയരുമ്പോൾ ആന്തരിക വൈരുദ്ധ്യം ആടി ഉലയ്ക്കുന്ന BJPക്കാണോ അത് ദോഷം ചെയ്യുക, അതോ നീതിക്ക് മേൽ താമസിച്ചെത്തിയ വിജയമായാണോ കാണേണ്ടത്? എങ്ങനെ നിരീക്ഷിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് വിലയിരുത്താം. ചർച്ച പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.